വെളിപ്പാട് 1:3. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്ത് ഒന്ന് പറഞ്ഞ വെളിപ്പാട് 22 എടുത്ത് സ്തോത്രം. അതിന്റെ 10 മുതൽ വാക്യങ്ങൾ വായിച്ചാട്ടെ. സമയം അടുത്തിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ, സമയം അടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടി ഈ എല്ലാ വിശ്വാസികളും, എല്ലാ പെന്തക്കോസ്ത് വിശ്വാസികളും സ്തോത്രം, എല്ലാ പുതിയ നിയമ വീണ്ടുജനം പ്രാപിച്ച വിശ്വാസികളും കർത്താവിന്റെ വരവിനെ കുറിച്ച് വളരെ ആകാംക്ഷയുള്ളവരും ഉൾക്കാഴ്ചയുള്ളവരും കാത്തിരിക്കുന്നവരും പ്രതീക്ഷയുള്ളവരുമായി തീരണം. സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാന് വേഗത്തിൽ സംഭവിക്കാനുള്ളത് ഒന്ന് പറഞ്ഞേ. സ്തോത്രം. വേഗത്തിൽ സംഭവിക്കാനുള്ളത്. സ്തോത്രം. അവിടെ ഇരിക്കുന്നു 7-ാമത്തെ വാക്യം 22:7. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. 10-ാമത്തെ വാക്യം സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. 20-ാമത്തെ വാക്യം ഇതാ സാക്ഷീകരിക്കുന്നവൻ, അതെ ഞാൻ വേഗം വരുന്നു. സഭ പറയുന്നു ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നു. സ്തോത്രം. ഈ കർത്താവിന്റെ വരവ് ഇത്രയും ആസന്നമായിരിക്കുമ്പോൾ എന്താണ് കേരള സഭയ്ക്ക് സംഭവിക്കുന്നത്? നിങ്ങൾ നോക്കി, തെസ്സലോനിക്ക ലേഖനം എടുത്ത് 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 1 മുതൽ വേഗത്തിൽ വായിച്ചു. 1 മുതൽ വേഗത്തിൽ വായിച്ചു. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു പറഞ്ഞാൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു. കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. സ്തോത്രം. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അത്താഴം കഴിക്കുന്നു. പകലെല്ലാം തീർന്നു കേട്ടോ, പകലെല്ലാം കഴിഞ്ഞു. സ്തോത്രം. വലിയൊരു രാത്രി വരാൻ പോവാ. ആർക്കും പ്രവർത്തിച്ച് സ്തോത്രം. നിങ്ങൾ ക്ഷീണിച്ചോ? ആർക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്ത വലിയൊരു രാത്രി. സ്തോത്രം. അത് ഞാൻ നിങ്ങളോട് അത്താഴം കഴിക്കുമെന്ന്. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം കഴിഞ്ഞു, ഉച്ചയ്ക്ക് ലഞ്ചിന്റെ സമയം കഴിഞ്ഞു, അത്താഴത്തിന്. എന്റെ അർത്ഥം സ്തോത്രം, പകൽ തീർന്നു, രാത്രി ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. കാവൽക്കാരാ രാത്രി എന്തായി? സ്തോത്രം. ഒരു ഹല്ലേലൂയ. എത്രവർക്ക് ദൂതന്റെ ഒരു പ്രകാശത്തിന് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഇത് സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. ഇതേ സമയം അടുത്തിരിക്കുന്നത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയില്ല. കർത്താവ് വരുവാൻ സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കർത്താവിന്റെ നാൾ ഏറ്റവും അടുത്തിരിക്കുന്നു. വായിച്ച മോളെ. ആരും ഏത് വിധേന നിങ്ങളെ ചതിക്കരുത്. അടുത്തത് മതി. സ്തോത്രം. ആദ്യ സംഭവം അറിയാമോ? കേരള സഭയോട് പറയുക. ഇന്ന് രാവിലെ ഞാൻ പഠിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധമായി നൽകിയ ഒരു ആലോചനയാണ്. കേരള സഭയിൽ ഏറ്റവും വലിയ സംഭവിക്കുന്നത് സ്തോത്രം, ആൾക്കാർ ഇളകിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പെട്ടെന്ന് ഭയപ്പെട്ടു പോവുകയാണ്. സ്തോത്രം. കാരണം ഈ എന്താ സംഭവിക്കാൻ പോകുന്നതിന് യാതൊരു നിശ്ചയമില്ല. ഒത്തിരി വല്ലാത്ത ആത്മാക്കൾ സഭയിൽ കയറി ഇറങ്ങിയ വല്ലാത്ത ആത്മാക്കൾ. സ്തോത്രം. അടുത്തത് ആരും നിങ്ങളെ ചതിക്കരുതെന്ന്. എല്ലാവരും കേട്ടോ? ആരും നിങ്ങളെ ചതിക്കരുതെന്ന്. അടുത്തത് ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കണമെന്ന്. ഒരു ദേവദാസൻ സ്തോത്രം ആത്മാവിന്റെ ഭാരത്തോടെ നിങ്ങളോട് ആദ്യം സംഭവിക്കേണ്ട എന്താണ്? സ്തോത്രം. സഭയിലോട്ട് നോക്കിയേ, കുടുംബങ്ങളെ നോക്കിയേ. സ്തോത്രം. തലമുറകളൊക്കെ നോക്കിയേ, ജനത്തിലേക്ക് നോക്കിയേ. ആദ്യം വിശ്വാസത്യാഗം, പിന്നെ അധർമ്മമൂർത്തി വരുന്നതെന്ന്. അതാണ് ദൈവത്തിന് മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? സ്തോത്രം. എടുത്തു കളയുന്നത് നിങ്ങളുടെ ഉൾനട്ട വിശ്വാസത്തിന് വചനമാണ്. നിങ്ങളുടെ അകത്ത് വേരൂന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തിയാ. സ്തോത്രം. വല്ലാതെ നാം ഇളകിപ്പോവുകയാണ്. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു. ആദ്യം സംഭവിക്കുന്നത് വിശ്വാസത്യാഗം സംഭവിക്കുന്നു. സ്തോത്രം. സഭയോട് പറഞ്ഞ ദൂത് ഇങ്ങനെ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന കുറ്റം
നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത്. ആ ഇത് എന്റെ പോയിന്റ് ഇതാ, ഞാൻ വരികയും. എല്ലാവരും വിചാരിക്കും ഇങ്ങനെ വരും എന്ന് പറഞ്ഞ് ഇതുവരെ അത് സംഭവിച്ചില്ല. ഞങ്ങളുടെ തലമുറ ഇങ്ങനെ കഴിഞ്ഞു പോകും. പക്ഷെ തലമുറ എത്ര കഴിഞ്ഞാലും സ്തോത്രം, നീ കല്ലറയ്ക്കകത്ത് പോയി സ്തോത്രം ദ്രവിച്ച് മണ്ണോട് ചേർന്നാലും കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. സ്തോത്രം, മണ്ണിൽ നിന്ന് തിരിച്ചു വിളിക്കും. 90-ാം സങ്കീർത്തനത്തിൽ മോശ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ മണ്ണിലേക്ക് ചേരും, എന്നാൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് അരുളി ചെയ്യും. സ്തോത്രം, അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലനാദത്തിൽ കണ്ണുവെക്കുന്നവരിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും. ഞാൻ വരികയും നീ മാനസാന്തരപ്പെടുകയും ചെയ്യാൽ നിന്റെ നിലവിളക്ക് സ്തോത്രം, ഞാൻ വരികയും. സ്തോത്രം 2:16. ആകയാൽ മാനസാന്തരപ്പെടുക. സ്തോത്രം, എഫെസോസ് സഭയോട് പറയുമ്പോൾ ഞാൻ വരികയുമെന്ന്. പക്ഷേ കുറച്ചുകൂടെ മ്ലേച്ഛമായ ധാർമ്മികമായ വിശുദ്ധി നഷ്ടപ്പെട്ട, നീതിബോധം നഷ്ടപ്പെട്ട പെർഗമോസ് സഭയോട് പറയുന്നു, ഞാൻ വേഗത്തിൽ വരുന്നെന്ന്. സ്തോത്രം, ഇനി ഒരു സഭയുണ്ട്, അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക, സർദീസ് സഭ. സ്തോത്രം, പൂർണ്ണ മറ്റൊരു മനുഷ്യരുടെ പൂർണ്ണ ഉള്ളവരായിട്ട് അവിടെ ഇല്ല. സ്തോത്രം, ഏകദേശം ജീവിക്കുവാണോ അതുമല്ല, മരിക്കുവാണോ അതുമല്ല, ചാവാറായ ശേഷിപ്പ്. സ്തോത്രം, ജീവനുള്ള നിനക്ക് പേരുണ്ട്, പക്ഷെ നീ മരിച്ചവനാകുന്നു. അടുത്തത്, ഞാൻ നിന്റെ പ്രവൃത്തി 3-ാം അധ്യായം. സ്തോത്രം, 3-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യം. സ്തോത്രം, നീ ഉണരാഞ്ഞാൽ. സ്തോത്രം, ഞാൻ പറയാം, ദൈവസഭ കാത്തിരിക്കേണ്ടത് കർത്താവിന്റെ വരവിനെ ബന്ധപ്പെട്ട് 2 അടയാളമാണ് കർത്താവ് കൊടുത്തത്. സ്തോത്രം, തെസ്സലോനിക്ക ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, തെസ്സലോനിക്ക ലേഖനം ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നു. തെസ്സലോനിക്ക ലേഖനം സ്തോത്രം 5-ാം അധ്യായം സ്തോത്രം 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, കാലങ്ങളെ സമയങ്ങളെ കുറിച്ച് എഴുതിയിരിക്കാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ, സ്തോത്രം, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്ന് കണ്ടോണം, അവർ സമാധാനമെന്നും ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വരും. 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള സാധനം എടുത്തുകൊണ്ട് പോകാൻ എപ്പോൾ കള്ളം വരുമെന്ന് നേരത്തെ റിമൈൻഡർ തന്നിട്ടല്ല, SMS ഫോണിലേക്ക് നൽകിയിട്ടല്ല കള്ളൻ വരുന്നത് നിങ്ങളുടെ സ്തോത്രം ആമേൻ പുറംപറമ്പിലിരിക്കുന്ന ബക്കറ്റും വെള്ളം പിടിക്കുന്ന തൊട്ടിയൊന്നും എടുത്തുകൊണ്ട് പോകാൻ, തൊട്ടി എടുത്ത് കയറെടുത്തുകൊണ്ട് പോകാനല്ല വരുന്നത്, ഏറ്റവും വിലപിടിപ്പുള്ള നിക്ഷേപങ്ങളെ കൊണ്ടുപോകാനാണ് വരുന്നത്. സ്തോത്ര, മലാക്കി പർവ്വതത്തിൽ വരുന്നു, അന്നാളിൽ സ്തോത്ര നിങ്ങൾ എനിക്കൊരു നിക്ഷേപമായിരിക്കും. സ്തോത്ര, തന്റെ നിക്ഷേപത്തെ കർത്താവ് ഒരു സ്തോത്ര കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ, കള്ളം വിലപിടിപ്പുള്ള സാധനങ്ങളെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ മണവാട്ടി സഭയെ ആയാറിൽ തിരിച്ചുകൊണ്ട് പോവാൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. എല്ലാ ദിവസങ്ങളും കർത്താവിന്റെ വരവിന്റെ ഒരു പ്രത്യാശ, കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ എനിക്ക് നിങ്ങൾക്കുണ്ടാകട്ടെ. സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സ്തോത്രം എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവമക്കൾ കേൾക്കുവാൻ സ്തോത്രം ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ വചനം ഇന്ന് ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകാവൂ. നിങ്ങളുടെ ഹൃദയം 1 വിശ്വാസത്യാഗം സംഭവിക്കുന്നു, 2 നിങ്ങളുടെ ഉറക്കം, 3 നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത നിദ്ര, മരണത്തിലേക്ക് നിങ്ങൾ പോകുന്ന നിദ്ര, 4 നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും അത് സർവഭൂതത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ളത് എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാനും സ്തോത്രം സഭ തേജസ്സോടെ ശുദ്ധവും ശുഭ്രമായ മണവാട്ടിയായി കാന്തിന് മുമ്പിൽ നിൽക്കാൻ പോകുകയാണ്. സ്തോത്രം, സഭ ഉൽപ്രാവണം ചെയ്യാൻ പോകുകയാണ്. ഇവിടെ കയറി വരുമെന്ന് പറയുമ്പോൾ സ്തോത്രം നിങ്ങൾ വാനഗോളങ്ങളിലേക്ക് സ്തോത്രം രൂപാന്തര ശരീരത്തോടെ നിങ്ങൾ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടാൻ പോകുകയാണ്. സ്തോത്ര, ദൈവത്തിന് മകൻ പറയുന്നു, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി കർത്താവ് മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും നിങ്ങളെ ചേർപ്പാൻ
മടങ്ങി വരും. ഇതാണ് നമ്മുടെ പ്രത്യാശ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ മൊത്തം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഒരുമിച്ച് പാടി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ചെന്ന് സ്തോത്രം ചെയ്ത് കർത്താവിന് മഹത്വം നൽകിയാട്ടെ. ഈ പ്രത്യാശ ദൈവത്തെ സ്തുതിച്ചാട്ടെ.